കഴിഞ്ഞ ദിവസം ബ്രസീലിന്റെ ആരാധകരെ നമ്മൾ കണ്ടതാണ്, അവരുടെ ആവേശം കണ്ടതാണ്. അതിലൊട്ടും കുറയ്ക്കാൻ അർജന്റീന ആരാധകർ തയ്യാറാവില്ല എന്ന് തന്നെ കരുതുന്നു. ആദ്യം നമ്മൾ വിപിൻ സി വിജയനിലേക്കാണ് പോകുന്നത്, കറുകപ്പള്ളിയിൽ നിന്ന്. വിപിൻ, കഴിഞ്ഞ ദിവസം ബ്രസീലിന്റെ ഒരു സമനിലയൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അർജന്റീനയ്ക്ക് ഇത്തവണത്തെ മത്സരം ജയിച്ചു തുടങ്ങണം. കാരണം ഇല്ലെങ്കിൽ വലിയ ട്രോള്, ബ്രസീലിന് കിട്ടിയതിനേക്കാൾ വലിയ ട്രോള് ഏറ്റുവാങ്ങേണ്ടി വരും. അനിൽ, ആ കാത്തിരിപ്പിന് വിരാമമാവുകയാണ്. മെസ്സിയും കൂട്ടരും ആ ഒരു പടപ്പുറപ്പാടിനെ വീണ്ടും ഇറങ്ങുന്നു. ലോകകപ്പ് നിലനിർത്തുക എന്നുള്ള വലിയ ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. അതിനായിട്ട് ഇപ്പോൾ നാളെ രാവിലെ വരെ എങ്ങനെ കാത്തിരിക്കണം എന്നുള്ളത് മാത്രമാണ് സംശയം. ഇപ്പോൾ ഇതാ കറുകപ്പള്ളി ആണ് ഇത്. നമുക്ക് അർജന്റീന കഴിഞ്ഞാൽ, അതായത് അർജന്റീന കപ്പെടുത്ത് അർജന്റീന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആവേശം ഉണ്ടായത് എവിടെയാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം, അത് കേരളത്തിലാണ്. ആ കേരളത്തിൽ തന്നെ കൊച്ചി കറുകപ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോളിന്റെ ഒരു മാസ്മരിക സ്ഥലം തന്നെയാണ്. അവിടുത്തെ അർജന്റീനൻ ഫാൻസ് ആണ് എന്റെ കൂടെ ഉള്ളത്. നമ്മൾ സെറ്റല്ലേ? ഇപ്രാവശ്യം നേടും, തീർച്ചയായും നേടും. ഇപ്പൊ ഗോട്ട് എന്നുള്ള ഒരു ഡിബേറ്റ് നമ്മൾ കഴിഞ്ഞ വേൾഡ് കപ്പോടുകൂടി അതിനൊരു ഉത്തരം നമ്മൾ നൽകി കഴിഞ്ഞു. ഇപ്രാവശ്യം ആ ഗോട്ട്, പിന്നെ സ്കെലോണി, പിന്നെ വേൾഡ് ചാമ്പ്യൻസ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ ആ കപ്പ് കിട്ടാൻ വേണ്ടി വേറെ എന്തെങ്കിലും നമുക്ക് ആവശ്യമുണ്ടോ? 16 വർഷങ്ങൾക്ക് ശേഷം കിട്ടിയ കപ്പ് ഇനി തിരിച്ചു കൊടുക്കില്ല എന്നുള്ളതാണ്. ഞങ്ങൾ കൊടുക്കുന്നില്ല, ഇനി ഒരിക്കലും അത് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അത്രയേറെ സെറ്റിലാണ്. ഓഫ് കോഴ്സ് അത്രയേറെ സെറ്റിലാണ്. സ്വപ്ന ഫൈനൽ ഇപ്രാവശ്യം ഉണ്ടാവോ? ബ്രസീൽ എന്തായാലും നേടും. പിന്നെ ഇവര് ഓൾറെഡി അനിൽ, ഈ കറുകപ്പള്ളി ഈ വലിയ ഇവിടെ സ്ക്രീന് വെച്ചിട്ടുണ്ട്. അങ്ങനെ ആവേശത്തിലാണ് കളിയൊക്കെ കാണുന്നത്. നമ്മളുടെ സെക്രട്ടറി പക്ഷെ ബ്രസീലാണ്. ഞാൻ വിളിച്ചപ്പോ ഓടി വന്നാണ്. ദേശാഭിമാനി റോഡ് കറുകപ്പള്ളി കൂട്ടായ്മ DRK ഇവിടെ വലിയൊരു സ്ക്രീനാണ് ഒരുക്കിയേക്കുന്നത്. രാവിലെ എല്ലാവർക്കും കാണാനായിട്ട് ഇവിടെ ഉള്ള നാട്ടുകാർ മുഴുവൻ പേരും ഇവിടെ നല്ല മഴ പോലും കൊള്ളാണ്ട് ബ്രസീൽ നേടും. ബ്രസീൽ ഉറപ്പാണല്ലോ. അവര് ഓൾറെഡി മെസ്സി ടിക്കറ്റ് എടുത്തിട്ടാ വന്നത്. ഈ പുലിമടയിൽ വന്ന് ബ്രസീലിന് വേണ്ടി പറഞ്ഞല്ലോ. നമുക്കിതെന്ത്, നമ്മുടെ മെസ്സി ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ടാ വന്നത്, തിരിച്ചു പോകാനുള്ള. ഞങ്ങളുടെ ബ്രസീൽ എന്തായാലും ജയിക്കും. ബ്രസീൽ ഫാൻസ് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഒരു സഹതാപ തരംഗത്തിന് ഒരു കപ്പ് കൊടുത്താണ്, അത് ഇനി ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഇതെന്താ സഹതാപ തരംഗമാണ് ഇവിടെ? അതായത് ഞങ്ങൾ കളിക്കും. കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഞങ്ങൾ തോറ്റുകൊണ്ടാണ് തുടക്കം. സൗദി അറേബ്യയോട് തോറ്റുകൊണ്ട് തുടങ്ങി ഞങ്ങൾ കപ്പുമായിട്ട് പോയതാണ്. ഇത്തവണ നാളെ രാവിലെ 6:30 മണിക്ക് അൾജീരിയെ വൻ മാർജിന് തോൽപ്പിച്ചു. ബ്രസീൽ മൊറോക്കോ സമനിലയായിരുന്നു. അങ്ങനെയാണെങ്കിൽ കണ്ടല്ല, അവരാണ് കപ്പെടുക്കും പറഞ്ഞത്. മൊറോക്കോ ശക്തമായ ടീമാണ്, നമുക്ക് താല്പര്യമുള്ള ടീമാണ്. പക്ഷേ ആ കളി കണ്ട, മൊറോക്കോയുടെ കളി കണ്ട. ഇന്നലത്തെ വേൾഡ് നമ്പർ 2 ടീമായ സ്പെയിനുമായിട്ട് ഒരിക്കലും അറിയപ്പെടാത്ത ഒരു രാജ്യം, അവരുടെ പ്രതിരോധം അർജന്റീനയ്ക്ക് അത്ര എളുപ്പമല്ലോ. കാരണം ടീമുകളൊക്കെ നല്ല ശക്തമായ ടീമുകളാണ്. ജപ്പാൻ, അതെ, ഏഷ്യൻ ടീം ഒരെണ്ണം പോലും ഇപ്പൊ തോൽവി അറിഞ്ഞിട്ടില്ല. 64-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്നത്തെ കളിച്ച ആ ടീം ഇന്നലെ സ്പെയിനോട് 95 മിനിറ്റ് സമനില, ഒരു ഗോള് പോലും അടിപ്പിക്കാതെ സമനില നേടിക്കൊണ്ട് പിരിഞ്ഞു. അപ്പൊ ഇന്ന് കൊടുക്കില്ല എന്നുള്ളത് തന്നെ. തീർച്ചയായിട്ടും ഞങ്ങൾ കൊടുക്കൂല. ഇപ്പോഴുണ്ട് ശക്തമായ നിരയാണ്. തീർച്ചയായിട്ടും ഡിഫൻസ് എല്ലാം ശക്തം തന്നെ ഇപ്രാവശ്യം. അർജന്റീന കുറച്ച് കൂളായിട്ടാണല്ലോ ഇപ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം ഒരു ടെൻഷനായിരുന്നു. എപ്പോഴും നമുക്ക് അർജന്റീന എന്ന് കേൾക്കുമ്പോൾ അതെ കപ്പുണ്ട്, ടെൻഷനില്ല. ഞങ്ങൾക്ക് നമ്മളെ കയ്യിലിരിക്കുവാണ്. കപ്പ് നമ്മളെ ഒരു ടെൻഷനില്ല. കൂളായിട്ട് അനിൽ, ഇതിനു മുൻപ് അർജന്റീനൻ ഫാൻസ് ഈ കളി കണ്ടിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. കാരണം അത്രയേറെ സന്തോഷത്തിലാണ്. കാരണം കപ്പ് കയ്യിരിക്കുവാണല്ലോ. ഇനി ഇപ്രാവശ്യം എന്തായിരിക്കും എന്നുള്ളതാണ്. എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാണ്. അപ്പോൾ അൾജീരിയയെ വലിയൊരു മാർജിനിൽ തോൽപ്പിച്ചുകൊണ്ട് ഒരു വരവറിയിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ലോകമെമ്പാടുമുള്ള അർജന്റീന ആരാധകരുടെയും ആഗ്രഹം, പ്രതീക്ഷ. വലിയ മാർജിനിൽ അൾജീരിയയെ തോൽപ്പിച്ചുകൊണ്ട് അർജന്റീന മെസ്സിപ്പട തുടങ്ങുമെന്ന് തന്നെയാണ്. കുമരകത്തേക്ക് പോകാം. അവിടെ ടോബി ഉണ്ട്. ടോബി കഴിഞ്ഞ തവണ ബ്രസീൽ ആരാധകരെ കൊണ്ടുവന്നപ്പോൾ വലിയ ബെറ്റൊക്കെ വെച്ച് അവരെ കൊണ്ട് വലിയ ആവേശത്തിലായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.